കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് താനല്ല ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംപിമാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഡൽഹിയിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. തിങ്കളാഴ്ച സുധാകരനുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. UDF സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പുറത്തുവിടും. നിലവിലെ വൈകൽ സ്വാഭാവികമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ കാലതാമസമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥികളെ താമസിച്ചതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് അനൗൺസ്മെന്റ് താമസിച്ചതാണ്. തെരഞ്ഞെടുപ്പ് എപ്പോൾ അനൗൺസ് ചെയ്താലും അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവരും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുക. എല്ലാം സെറ്റാണ്. കേരളവും സെറ്റാണ്, ഞങ്ങളും സെറ്റാണ്. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിലും അല്ല തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. MP മാര് മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ആയിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF സർക്കാർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വെറും കബളിപ്പിക്കലാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷം എടുക്കാത്ത തീരുമാനങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ക്യാബിനറ്റ് എടുത്തത്. ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് സർക്കാരിന് തന്നെ അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുത്തുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭൂമി വധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് ആയതോടുകൂടിയാണ് 2-3 പേജ് പരസ്യം, ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ. കാരണം ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്ന് അറിയാമല്ലോ. നാട്ടികയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉടൻ തീരുമാനമെടുക്കേണ്ടതുണ്ട്. RJD ഇതുവരെ UDFനെ സമീപിച്ചിട്ടില്ല. ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള തകർച്ചയാണ് CPM നേരിടുന്നത്. CPMൽ കൂട്ടാടിയും പ്രതിസന്ധിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു. ഗുണ്ടകൾ വിലസുകയാണ്. പോലീസ് ഭരണ സംവിധാനം നിഷ്ക്രിയമായതാണ് ഇതിന് കാരണം. മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മറ്റു പല പാർട്ടികളിലും അതില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത്തവണ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ടുള്ള എതിർപ്പുണ്ടായ CPMലാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ CPMലാണ് ഇപ്പൊ കൂട്ടയടിയും പ്രതിസന്ധിയും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ CPM ഒരു വൻ തകർച്ചയെ നേരിടുകയാണ്. ഓരോ നേതാക്കന്മാർ പാർട്ടി വിടുകയാണ്. പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടി വിടുകയും പാർട്ടിക്കെതിരായി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഗുണ്ടകളൊക്കെ നാട്ടിലിറങ്ങിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും തമ്മിലടിക്കുകയും വെട്ടിമരിക്കുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ക്രമസമാധാന നില തന്നെ തകർന്നിരിക്കുകയാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരുമാണ്. ഇവരെ നിയന്ത്രിക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ പോലീസില്ല. ഇതാണ് പോലീസ് ഭരണത്തിന്റെ ഗതികേട്.